ഹായ് ഡിയേഴ്സ്, ഇനി നമുക്ക് റിയൽ നമ്പേഴ്സിൻ്റെ നെക്സ്റ്റ് പാർട്ട് പഠിക്കാം. അതിൽ റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സിൽ ആ ടോപ്പിക്കിൽ 2 തിയറംസ് പറയുന്നുണ്ട്. ഫസ്റ്റത്തെ തിയറം നോക്കാം. ലെറ്റ് പി ബി എ പ്രൈം നമ്പർ ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ പി ഡിവൈഡ്സ് എ വേർ എ ഇസ് എ പോസിറ്റീവ് ഇൻറ്റീജർ. എന്താ പറഞ്ഞിരിക്കുന്നത്? പി ഒരു പ്രൈം നമ്പറാണ്, എ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണെങ്കിൽ പി എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യും എങ്കിൽ പി ഏതിനെയും ഡിവൈഡ് ചെയ്യും? എയിനെയും ഡിവൈഡ് ചെയ്യും. എ എന്താണ്? ഒരു പോസിറ്റീവ് ഇൻറ്റീജറാണ്. പി ഒരു പ്രൈം നമ്പറാണ്. ഒരു പ്രൈം നമ്പർ ഒരു പോസിറ്റീവ് ഇൻറ്റീജറിൻ്റെ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൈം നമ്പറിന് ആ പോസിറ്റീവ് ഇൻറ്റീജറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ എന്താ പറയുക ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. √2 അല്ലെങ്കിൽ √3 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇറാഷണൽ നമ്പർ തന്നിട്ട് അതൊരു ഇറാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ് പറയുക. അപ്പോൾ ഈ തിയറം എന്താണ്? √2 ഈസ് ഇറാഷണൽ. √2 ഒരു ഇറാഷണൽ ആണെന്നാണ് ഇവിടെ തിയറം സ്റ്റേറ്റ് ചെയ്യണത്. അതിൻ്റെ പ്രൂഫാണ് നമ്മളിപ്പോൾ നോക്കണത്. ആ പ്രൂഫ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടെ √2ന് പകരം √3 വന്നാലും √5 വന്നാലും എന്ത് തന്നെ ചെയ്താൽ മതി? ഇതേ സെയിം സ്റ്റെപ്സ് തന്നെയാണ് അതിലും കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എല്ലാം ഒരേപോലെയാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് ഫസ്റ്റ് നമ്മളിതിൻ്റെ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റാണ് അസ്യൂം ചെയ്യുക. √2 ഈസ് ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യണതിന് നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? ലെറ്റസ് അസ്യൂം ദാറ്റ് √2 ഈസ് എ റാഷണൽ നമ്പർ. √2 ഒരു എന്താണ് അസ്യൂം ചെയ്യും? റാഷണൽ നമ്പറിന് അസ്യൂം ചെയ്യാണ്. √2 റാഷണലാണ് അസ്യൂം ചെയ്യാണ്. റാഷണൽ നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? എവറി റാഷണൽ നമ്പർ ക്യാൻ ബി റിട്ടേൺ as a form p by q where p and q are integers and q not equal to 0. അപ്പോൾ അതുപോലെ √2 ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ √2ന് നമുക്ക് p by q ഫോമിൽ എഴുതാലോ. √2 ഈക്വൽ ടു ഇവിടെ p by qന് പകരം നിങ്ങളുടെ ടെക്സ്റ്റിൽ r by s എന്നാണ് എടുത്തിരിക്കുന്നത്. വേർ r and s ആർ എന്താണ്? ഇൻറ്റീജേഴ്സ്. ഓൾസോ എസ് നോട്ട് ഈക്വൽ ടു 0 അല്ലേ? എസ് 0 ആവരുത്, ആറും എസ്സും ഇൻറ്റീജേഴ്സ് ആയിരിക്കും. എങ്ങനെ ഇത് ഇൻറ്റീജേഴ്സ് ആണ് കിട്ടിയത്? r by s എന്ന ഫോമിൽ എഴുതാൻ പറ്റണത് എന്തുകൊണ്ടാണ്? √2 ഒരു റാഷണൽ നമ്പറാണെന്ന് പറഞ്ഞതുകൊണ്ട് റാഷണൽ നമ്പറിനെ നമുക്ക് ഇങ്ങനത്തെ ഫോമിൽ എഴുതാൻ പറ്റും. വേർ r and s ആർ ഇൻറ്റീജേഴ്സ്, എസ് നോട്ട് ഈക്വൽ ടു 0. ഇനി ഈ ആറും എസ്സും ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ ഇവ തമ്മിലുള്ള കോമൺ ഫാക്ടേഴ്സ്, ഇതൊരു ഫ്രാക്ഷനാണ് അല്ലേ? ഇവ തമ്മിലുള്ള ഫാക്ടേഴ്സൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഈ ആറിൻ്റെയും എസ്സിൻ്റെയും സിംപ്ലസ്റ്റ് ഫോം കിട്ടുമല്ലോ അല്ലേ? ഇപ്പോൾ 4/10 ആണ് r by s എന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 2 ഉണ്ട് അല്ലേ? അപ്പോൾ ആ 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എന്ത് കിട്ടി? 2/5 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഈ 2/5ൻ്റെ പ്രത്യേകത എന്താ? ഈ 2ഉം ഈ 5ഉം തമ്മിൽ എന്തായിരിക്കും? ഇത് കോപ്രൈംസ് ആയിരിക്കും. കോപ്രൈംസും പ്രൈംസും കോമ്പോസിറ്റൊക്കെ എന്താണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ കോപ്രൈംസ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഈ നമ്പേഴ്സ് തമ്മിൽ കോമൺ ആയിട്ട് 1 എന്ന ഫാക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് പ്രൈം നമ്പർ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ ഇവിടെ എഴുതിയപ്പോൾ നമുക്ക് പ്രൈം നമ്പറാണ് കിട്ടിയത്. പ്രൈം നമ്പർ ആവണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല, കോമ്പോസിറ്റ് ആവാം. പക്ഷേ ഇവ രണ്ടും തമ്മിൽ എന്തുണ്ടാവുള്ളൂ? 1 മാത്രമേ കോമൺ ഫാക്ടർ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ 4/10 എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2/5 എന്ന് എഴുതാം. അതുപോലെ ഇവിടെ r by sനെ കോമൺ ഫാക്ടേഴ്സൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കോപ്രൈംസ് ആയിട്ട് a by b എന്ന് എഴുതാം. വേർ a and b ആർ എന്താണ്? കോപ്രൈംസ് ആണ്. കോപ്രൈം മീൻസ് ഇറ്റ് ഹാസ് ഓൺലി 1 ആസ് എ കോമൺ ഫാക്ടർ. ഇതിന് കോമൺ ഫാക്ടർ 1 മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ ഇത്രയും വരെ അസ്യൂം ചെയ്തതാണ്. എന്തൊക്കെ അസ്യൂം ചെയ്തു ഒന്നുകൂടെ പറയാം. √2 റാഷണൽ നമ്പറാണ്. റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? r by s എന്ന ഫോമിൽ എഴുതാൻ പറ്റും. r s എന്താണ്? ഇൻറ്റീജറാണ്. എസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇനി ആറും എസ്സിൻ്റെയും ഈ രണ്ട് ഇൻറ്റീജേഴ്സിൻ്റെയും കോമൺ ഫാക്ടേഴ്സൊക്കെ കളഞ്ഞ് ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമായ a by bയിൽ നമുക്ക് √2ന് നമുക്ക് എഴുതാം അല്ലേ? √2 ഈക്വൽ ടു r by s. r by sന് പകരം നമുക്ക് എന്ത് എഴുതാം? a by b. r by s സിംപ്ലസ്റ്റ് ഫോം ആക്കുമ്പോൾ a by b കിട്ടും. വേർ a and b ആർ എന്താണ്?
co-primes, very important, co-primes, which means A and B have only 1 as the common factor. Common factor ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ √2 ഈക്വൽ ടു A/B. A and B are co-primes. ഇത്രയും വരെ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഈ ബീനെ ഈ √2ൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ √2B ഈക്വൽ ടു എന്ത് കിട്ടി? A കിട്ടി. ഇനി ഈ ഇക്വേഷൻ √2B ഈക്വൽ ടു A എന്ന് പറയുന്ന ഇക്വേഷനെ സ്ക്വയർ ചെയ്യാണ്. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2B². √2ൻ്റെ സ്ക്വയർ എന്താ? 2. ബീൻ്റെ സ്ക്വയർ B². A ഈക്വൽ ടു A². എയുടെ സ്ക്വയർ. അപ്പോൾ 2B² ഈക്വൽ ടു A². അതായത് ഈ A² എന്ന് പറയണത് 2 × B² ആണ്. അതായത് 2ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് ഏത്? A² എന്ന നമ്പർ. മനസ്സിലായല്ലോ? A² എന്ന നമ്പർ എന്താണ്? 2ൻ്റെ മൾട്ടിപ്പിളാണ്. 2ൻ്റെ മൾട്ടിപ്പിളാണ് A². അതായത് 2ന് A²നെ എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? A²ൻ്റെ ഒരു ഫാക്ടറാണ് 2 അല്ലേ? 2ൻ്റെ മൾട്ടിപ്പിളാണ് A² എന്ന് പറഞ്ഞാൽ അതെന്ത് ഇംപ്ലൈ ചെയ്യണത്? ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് 2 ഈസ് എ ഫാക്ടർ ഓഫ് A². A² എന്ന ഈ നമ്പറിൻ്റെ ഒരു ഫാക്ടറായിട്ട് വരും എന്ത്? 2 ആണല്ലോ. അപ്പോൾ 2 ക്യാൻ ഡിവൈഡ് എന്ത്? A². അപ്പോൾ 2 എന്ത് ചെയ്യും? A²നെ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച തിയറി എന്തായിരുന്നു? ഇഫ് എ പ്രൈം നമ്പർ ഡിവൈഡ്സ് A² ഇറ്റ് മീൻസ് ദാറ്റ് ദ പ്രൈം നമ്പർ ക്യാൻ ഡിവൈഡ് A അല്ലേ? ഒരു P ഡിവൈഡ്സ് A² ആണെങ്കിൽ P ഡിവൈഡ്സ് A. അപ്പോൾ 2 ഡിവൈഡ്സ് A² ആണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? 2 ഡിവൈഡ്സ് എന്താണ്? A. അപ്പോൾ എനെയും 2ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ A എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിളാന്ന് കിട്ടി. A എന്ന നമ്പറിനെ 2ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ എന്താണ്? A എന്ന നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ഇൻറ്റിജർ കിട്ടും. അതാണ് എന്ത്? C. മനസ്സിലായോ? ഇവിടം വരെ മനസ്സിലായോ? ആദ്യം √2 റാഷണലാന്ന് കാണിച്ചു. അപ്പോൾ R/S പിന്നെ A/B എന്ന ഫോമിലായി. A and B are co-primes. ഇനി അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ √2B ഈക്വൽ ടു A എന്ന് കിട്ടി. പിന്നെ അത് സ്ക്വയർ ചെയ്തപ്പോൾ A² എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിളാന്ന് മനസ്സിലായി. അപ്പോൾ A²നെ 2ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2ന് A² ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 2ന് Aനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2Aനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ A എന്ന് പറയുന്നത് എന്താണ്? 2ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് അല്ലേ? 2ൻ്റെ മൾട്ടിപ്പിളിനല്ലേ 2ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റിമൈൻഡർ വരും. അപ്പോൾ A ഈക്വൽ ടു നമുക്ക് 2C എന്ന് എടുക്കാം. C is some integer. C ഒരു ഇൻറ്റിജർ ആണ്. അപ്പോൾ Aനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 2C എന്ന് എഴുതാം. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കണ്ടൂല. ഈ ഒരു ഇക്വേഷനിൽ A² പകരം ഇവിടുത്തെ ഈ 2C കൊടുക്കുക. അപ്പോൾ 2B² ഈക്വൽ ടു A² പകരം എന്ത് കൊടുക്കുക? 2C ദ ഹോൾ സ്ക്വയർ. 2B² ഈക്വൽ ടു A² പകരം 2C ദ ഹോൾ സ്ക്വയർ കൊടുത്തതിന് എന്ത് കിട്ടി? 4C². അപ്പോൾ B² ഈക്വൽ ടു എന്ത് കിട്ടി? 4C²/2 ഈക്വൽ ടു 2C². അതായത് B² ഈക്വൽ ടു എന്ത് കിട്ടി? B² ഈക്വൽ ടു 2C². ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 2B² ഈക്വൽ ടു A² എന്ന് കിട്ടി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? A² 2ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 2ന് A² ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 2ന് Aനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും അക്കോർഡിംഗ് ടു ദ തിയറം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ B² 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് കിട്ടിയത് അല്ലേ? B² ഈക്വൽ ടു എന്ത് കിട്ടി? 2C². അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 2 ഡിവൈഡ്സ് എന്ത്? 2 ഡിവൈഡ്സ് B² എന്ന് വെച്ചാൽ എന്താണ്? 2 ഡിവൈഡ്സ് B. അപ്പോൾ 2 ഡിവൈഡ്സ് Bയും കിട്ടി, 2 ഡിവൈഡ്സ് Aയും കിട്ടി. നമ്മൾ Aയും Bയും എന്താണെന്നാണ് എടുത്തിരുന്നത്? Co-primes എന്നാണ് എടുത്തിരുന്നത്. Co-primes എന്ന് വെച്ചാൽ എന്താ അർത്ഥം? Aക്കും Bക്കും കോമൺ ആയിട്ട് 1 മാത്രമേ ഫാക്ടറായിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ 2ഉം ഇവിടെ 2 എന്ന് പറയുന്നത് Aക്കും Bക്കും എന്താണ്? ഒരു ഫാക്ടറാണ്. കാരണം 2 Aനെയും Bനെയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 2 Aയുടെയും Bയുടെയും എന്താണ്? ഫാക്ടറാണ്. അതുകൊണ്ട് ഇത് Aയും Bയും എന്തല്ല? Co-primes അല്ല. ബിക്കോസ് 2 ഈസ് എ ഫാക്ടർ ടു ബോത്ത് A ആൻഡ് B. അപ്പോൾ നമ്മൾ എടുത്ത അസംഷൻ, അതായത് എന്തായിരുന്നു നമ്മൾ അസ്യൂം ചെയ്തത്? √2 ഈസ് എ റാഷണൽ നമ്പർ എന്ന് പറയണ ആ അസംഷൻ എന്തായിരുന്നു? റോങ് ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്കിവിടെ തെറ്റായിട്ട് വന്നത്.
അപ്പോൾ അതുകൊണ്ട് റൂട്ട് 2 എന്തായിരിക്കും? റൂട്ട് 2 ഈസ് ഇറാഷണൽ. ഈ ഒരു സ്റ്റെപ്പ് തന്നെയാണ് എല്ലാത്തിലും ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സസൈസ് പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. എക്സസൈസ് 1.2 ഫസ്റ്റത്തെ പ്രോബ്ലം നോക്കിയേ. പ്രൂവ് ദാറ്റ് റൂട്ട് 5 ഈസ് ഇറാഷണൽ. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ലെറ്റസ് അസ്യൂം ദാറ്റ് റൂട്ട് 5 ഈസ് എ റാഷണൽ നമ്പർ. റൂട്ട് 5 എന്താണെന്ന് വിചാരിക്കുക. ലെറ്റസ് അസ്യൂം ടു ദ കോൺട്രറി ദാറ്റ് റൂട്ട് 5 ഈസ് റാഷണൽ. അപ്പോൾ റൂട്ട് 5 റാഷണൽ ആയതുകൊണ്ട് റൂട്ട് 5നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ബൈ ബി എന്ന രൂപത്തിൽ എഴുതാം. വേർ എ ആൻഡ് ബി എന്താണ്? എ ആൻഡ് ബി ആർ കോ പ്രൈംസ് അല്ലേ? കോ പ്രൈം നമ്പേഴ്സാണ് എയും ബിയും. അതായത് എക്കും ബിക്കും കോമൺ ആയിട്ട് എന്ത് മാത്രമേ ഉള്ളൂ? ഫാക്ടർ 1 മാത്രമേ ഉള്ളൂ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ബീനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടി? റൂട്ട് 5 ഇൻറ്റു ബി ഈക്വൽ ടു എ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എ സ്ക്വയർ എന്ന് പറയുന്നത് 5ൻ്റെ മൾട്ടിപ്പിളാണ്. അതായത് 5ന് എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? എ സ്ക്വയർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 വിച്ച് മീൻസ് ദാറ്റ് 5 ക്യാൻ ഡിവൈഡ് എ സ്ക്വയർ. ഈ 5 ഡിവൈഡ്സ് എ സ്ക്വയർ. ദെൻ എന്താണ്? 5 ഡിവൈഡ്സ് എ ആണല്ലോ. അപ്പോൾ 5 എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 5 എന്തിനേയും ഡിവൈഡ് ചെയ്യും? എയിനെയും ഡിവൈഡ് ചെയ്യും. 5 എനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വിചാരിക്കാം എനെ 5 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഇൻറ്റിജർ കിട്ടി, സി. അപ്പോൾ എ ഈക്വൽ ടു എന്തെഴുതാം? 5 സി എന്ന് എഴുതാം. എ ഈക്വൽ ടു 5c വേർ സി ഈസ് ആൻ ഇൻറ്റിജർ. ഇനി ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? എ സ്ക്വയറിന് പകരം ഇവിടെ 5c ദ ഹോൾ സ്ക്വയർ കൊടുക്കാം. അപ്പോൾ ഇവിടെ 5 ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? 5c ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25c സ്ക്വയർ. ഇനി ഇവിടെ ബി സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടി? 5 25/5 വന്നു. ഇവിടെ എന്ത് വന്നു? സി സ്ക്വയർ. അതായത് 5c സ്ക്വയർ. അപ്പോൾ ബി സ്ക്വയർ എന്ന് പറയുന്നത് 5ൻ്റെ ഒരു മൾട്ടിപ്പിളായിട്ട് വന്നു അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലാസ്റ്റ് എന്താ കിട്ടിയത്? ബി സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടി? 5c സ്ക്വയർ വിച്ച് മീൻസ് ദാറ്റ് ബി സ്ക്വയർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആണല്ലോ. അപ്പോൾ 5ന് ബി സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടം വരെ നമ്മൾ ചെയ്ത അതേ ഇതന്നെ ഇവിടെയും വരുന്നത്. 5 ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇവിടെ എന്ത് കിട്ടി? 5c സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ 5ന് എനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പോലെ ഇവിടെ 5ന് ബീനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 5 ഡിവൈഡ്സ് ബി സ്ക്വയർ ആണെങ്കിൽ 5 എന്തിനെ ഡിവൈഡ് ചെയ്യും? 5 ഡിവൈഡ്സ് ബി. അപ്പോൾ 5 എന്ന് പറയണത് ഡിവൈഡ്സ് എ സ്ക്വയർ അല്ലെങ്കിൽ 5 ഡിവൈഡ്സ് എയും 5 ഡിവൈഡ്സ് ബിയും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? 5 എന്ന് പറയുന്നത് ഈസ് എ ഫാക്ടർ ടു ബോത്ത് എ ആൻഡ് ബി. എ എന്ന നമ്പറിനും ബി എന്ന നമ്പറിൻ്റെയും ഫാക്ടറായിട്ട് എന്ത് വരും? 5 വരും. കാരണം 5 എയിനെയും ബിയിനെയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാണ് വിത്തൗട്ട് എനി റിമൈൻഡർ. അപ്പോൾ എയും ബിയുടെയും ഒരു ഫാക്ടറാണ് 5. നമ്മൾ എയും ബിയും എന്തെന്നാണ് എടുത്തത്? കോ പ്രൈംസ് എന്നാണ് എടുത്തത്. അപ്പോൾ അത് റോങ് ആയി വന്നില്ലേ? അതെന്തുകൊണ്ടാണ് ഇത് റോങ് ആയിട്ട് വന്നത്? ബിക്കോസ് ഓഫ് അവർ റോങ് അസംഷൻ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് റൂട്ട് 5 ഈസ് റാഷണൽ. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? അവർ അസംഷൻ വാസ് റോങ്. റൂട്ട് 5 ഈസ് എന്താണ്? ഇറാഷണൽ. ഈ ഒരു പ്രോബ്ലം ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരിയൊക്കെ തോന്നും. ഇതെന്തോ അത് കുറേ ആയല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ചെയ്യുന്നു അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളിത് ചെയ്ത് പഠിക്കുക. റൂട്ട് 2 ചെയ്ത്, റൂട്ട് 3 ചെയ്ത്, റൂട്ട് 5 ചെയ്താൽ ആ സ്റ്റെപ്സ് എല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചെയ്യാൻ കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം നമ്മൾ എന്തെടുക്കുകയാണ്? ഇത് എ ബൈ ബി റൂട്ട് 5 റാഷണലാന്ന് എടുക്കുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ബൈ ബി ഫോമിൽ എഴുതാം. വേർ എ ആൻഡ് ബി ആർ കോ പ്രൈംസ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കോ പ്രൈംസ് മീൻസ് ബോത്ത് എ ആൻഡ് ബി ഹാവ് ഓൺലി 1 ആസ് എ കോമൺ ഫാക്ടർ. ഇനി ഇവിടെ ഈ ബീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഒരു ഇക്വേഷനായി. ഈ ഇക്വേഷനെ സ്ക്വയർ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 5 ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് കിട്ടി. വിച്ച് മീൻസ് എ സ്ക്വയർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 അല്ലേ? അപ്പോൾ 5 എന്തിനെ ഡിവൈഡ് ചെയ്യും? എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അക്കോർഡിംഗ് ടു ദ തിയറം
എന്താണ് ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ പി ഡിവൈഡ്സ് എ. അപ്പോൾ 5 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 5 എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 5 എന്തിനേയും ഡിവൈഡ് ചെയ്യും? എ എന്ന നമ്പറിനെയും ഡിവൈഡ് ചെയ്യും. അപ്പോൾ 5 എയുടെ ഒരു ഫാക്ടറാണെന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്കിനി ബിയുടെയും ഫാക്ടറാണ് 5 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കോപ്രൈംസ് അല്ല എന്ന് കാണിക്കാം. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ബീനെ പറ്റിയിട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ എ ഡിവൈഡ്സ് എന്താ 5, അതുകൊണ്ട് എ ബൈ 5 ഈക്വൽ ടു സി. ഇനി ഇവിടെ നമുക്ക് 5b സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. എ സ്ക്വയറിന് പകരം എന്തെടുക്കാം? 5c ദ ഹോൾ സ്ക്വയർ എടുക്കാം. അപ്പോൾ 5c ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ബി സ്ക്വയർ ഈക്വൽ ടു 5c സ്ക്വയറിന് കിട്ടി. അപ്പോൾ ബി സ്ക്വയറും 5ൻ്റെ ഒരു മൾട്ടിപ്പിളാന്ന് കിട്ടി. അതായത് 5ന് ബി സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, വിച്ച് മീൻസ് ദാറ്റ് 5 ക്യാൻ ഡിവൈഡ് ബി. അപ്പോൾ ബിയുടെയും ഫാക്ടറാണ് 5, എയുടെയും ഫാക്ടറാണ് 5. അപ്പോൾ എക്കും ബിക്കും അതർ ദാൻ 1 മോർ ഫാക്ടർ കൂടെ കിട്ടി. ഏതാണ്? 5, വിച്ച് മീൻസ് ദാറ്റ് എ ആൻഡ് ബി ആർ നോട്ട് കോപ്രൈംസ്. അപ്പോൾ ഇത് നമ്മളെടുത്ത അസംഷനൊക്കെ തെറ്റിച്ചു. എ ബൈ ബി എന്തായിരിക്കണം? കോപ്രൈംസ് ആയിരിക്കണം if root 5 ഈസ് റാഷണൽ. അപ്പോൾ അവർ അസംഷൻ വാസ് റോങ്, വിച്ച് മീൻസ് ദാറ്റ് root 5 ഈസ് ഇറാഷണൽ. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് √2ഉം √3 √5 √7 ഇങ്ങനത്തെ നമ്പേഴ്സൊക്കെ ഇറാഷണലാണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്സ് തന്നെ എടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ തൊട്ടിട്ട് ഇത് ഇറാഷണലാണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഏതാ? 3 + 2 √5 ഇറാഷണലാണെന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഇത്രയും നേരം നമ്മളിത് എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്? എ ബൈ ബി എടുത്തു, എയും ബിയും എന്താണ്? കോപ്രൈം ആണെന്നാണ് നമ്മൾ കാണിക്കാൻ നോക്കിയത്. പക്ഷേ നമ്മളത് ചെയ്ത് വരുമ്പോൾ എന്താവും? എക്കും ബിക്കും വേറെ ഫാക്ടർ കിട്ടും അല്ലേ? √2 പ്രൂവ് ചെയ്യാൻ വരുമ്പോൾ എയുടെയും ബിയുടെയും ഫാക്ടർ 2 ആയിട്ട് കിട്ടും. √3 ആണെങ്കിൽ 3 കിട്ടും. √5 ആണ് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്കും ബിക്കും കോമൺ ആയിട്ട് 5 എന്ന ഫാക്ടർ വരും, വിച്ച് മീൻസ് എ ആൻഡ് ബി ആർ നോട്ട് കോപ്രൈംസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അസംഷൻ റോങ് ആണെന്ന് കാണിക്കണം. ഇനി അടുത്ത പ്രോബ്ലം തൊട്ട് ഇങ്ങനെയായിരിക്കും 3 + 2 √5. അപ്പോൾ ഇതിലെ ഈ ഒരു സെക്ഷൻ √5 എന്താണെന്ന് നമുക്ക് അറിയാം, ഇറാഷണലാണെന്ന് അറിയാം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത്രയും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ എ ബൈ ബി എന്താണ്? കോപ്രൈമാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കോപ്രൈം ഇൻറ്റിജേഴ്സ് അല്ല എന്നുള്ള ഒരു ഇതിലെത്താണ് ചെയ്യണത്. ഇനി ഇവിടെ നിന്ന് തൊട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ ഒരു സെക്ഷൻ √5 ഇറാഷണലാണെന്ന് നമുക്കറിയാം, പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇതെന്താവും? റാഷണലായിട്ട് കിട്ടും. അങ്ങനെ അത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പ്രൂവ് ആണെന്ന് കാണിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൂവ് ദാറ്റ് 3 + 2 √5 ഈസ് ഇറാഷണൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് വെച്ചിട്ടാണ് ഇതിൽ ചെയ്യേണ്ടത്? മറ്റേതുപോലെ തന്നെയാണ്, തുടക്കമൊക്കെ അത് തന്നെയാണ്. എന്താ? ലെറ്റസ് അസ്യൂം ദാറ്റ് 3 + 2 √5 എന്താണ് അസ്യൂം ചെയ്യുക? റാഷണൽ. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെയൊന്നല്ല എഴുതണ്ടേ, എന്താ കറക്റ്റ് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാം. ലെറ്റസ് അസ്യൂം ടു ദ കോൺട്രറി ദാറ്റ് 3 + 2 √5 ഈസ് റാഷണൽ. അങ്ങനെയാണെങ്കിൽ സോ വി ക്യാൻ റൈറ്റ് 3 + 2 √5 ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? എ ബൈ ബി, വേർ എ ആൻഡ് ബി ആർ എന്താ? കോപ്രൈം ഇൻറ്റീജേഴ്സ് അല്ലേ? എ ആൻഡ് ബി എന്താണ്? കോപ്രൈം ഇൻറ്റീജേഴ്സ്. ഇനി ഇതിൽ നമുക്ക് √5 എന്താണെന്നറിയാം, ഇറാഷണലാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ √5നെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഈ ഈക്വൽ ടുൻ്റെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതെങ്ങനെയാണ് കൊണ്ടുപോകുക? ആദ്യം നമുക്ക് 3നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതെന്തായി? 2 √5 ഈക്വൽ ടു എ ബൈ ബി -3 അല്ലേ? 3 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? -3 ആയി. ഇനി നമുക്ക് വേണ്ടത് എന്താ? √5 മാത്രമായിട്ടാണ് വേണ്ടത്. അപ്പോൾ √5 ഈക്വൽ ടു എന്താ? എ ബൈ ബി -3 എന്താ? ഡിവൈഡഡ് ബൈ 2. അതായത് എന്തെടുക്കാം? എ -3b ബൈ ബി ഇൻറ്റു ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ എന്താ? ഇൻറ്റു 1/2. അതായത് എ -3b ബൈ 2b അല്ല, 2 × b എന്തായി? 2b. അപ്പോൾ എ -3b ബൈ 2b. അപ്പോൾ ഇവിടം വരെ നമുക്ക് കിട്ടി. എന്താ നമുക്ക് കിട്ടിയത്? √5 ഈക്വൽ ടു എ -3b ബൈ 2b. എയും ബിയും എന്താ എടുത്തിരിക്കുന്നത്? എ ആൻഡ് ബി ആർ ഇൻറ്റീജേഴ്സ് ആണ് അല്ലേ? എ ആൻഡ് ബി ആർ നമ്മൾ എന്താ എടുത്തത്? കോപ്രൈം ഇൻറ്റീജേഴ്സ്.
അപ്പോൾ എയും ബിയും ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് എ മൈനസ് 3b ബൈ 2b എന്തായിരിക്കും? ഒരു റാഷണൽ നമ്പർ ആയിരിക്കും അല്ലേ? എ മൈനസ് 3b ബൈ 2b എന്താണ്? ഒരു റാഷണൽ നമ്പറാണ്. അപ്പോൾ വിച്ച് മീൻസ് ദാറ്റ് റൂട്ട് 5 ഈക്വൽ ടു എ റാഷണൽ നമ്പർ. റൂട്ട് 5 ഒരു റാഷണൽ നമ്പർ ആണോ? അല്ല. റൂട്ട് 5 ഒരു ഇറാഷണൽ നമ്പറാണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് നമ്മുടെ അസംഷൻ വാസ് റോങ്. 3 + 2 റൂട്ട് 5 ഈസ് ഇറാഷണൽ. നമ്മൾ എങ്ങനെയാണ് തെളിയിച്ചത്? ആദ്യം നമ്മൾ 3 + 2 റൂട്ട് 5 റാഷണലാന്ന് എടുത്തു. ഒരു റാഷണൽ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ബൈ ബി എന്ന ഫോമിൽ എഴുതാൻ പറ്റും. വേർ എ ആൻഡ് ബി ആർ കോപ്രൈം ഇൻറ്റീജേഴ്സ്. ഇനി ഇവിടെ നമുക്ക് റൂട്ട് 5 മാത്രമായിട്ട് കിട്ടണം. അപ്പോൾ റൂട്ട് 5 ഈക്വൽ ടു എന്താണ്? എ ബൈ ബി മൈനസ് 3 ഇൻറ്റു എന്താ 1/2 അല്ല, ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 1/2. അപ്പോൾ ഇതെന്തായി? എ മൈനസ് 3b ബൈ 2b ആയല്ലോ. എയും ബിയും എന്താണ്? ഇൻറ്റിജേഴ്സാണ്. അതുകൊണ്ട് എ മൈനസ് 3b ബൈ 2b എന്തായിരിക്കും? ഇതൊരു ഇൻറ്റിജർ, ഇതും ഒരു ഇൻറ്റിജർ. അപ്പോൾ രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ ഇതിൽ എഴുതുമ്പോൾ ഇതെന്താവും? ഇതൊരു റാഷണൽ നമ്പറാണ്. അപ്പോൾ ഇതൊരു റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് ഏത് ഈക്വൽ ടു ആണ് ഇത് കിട്ടിയത്? റൂട്ട് 5 ഈക്വൽ ടു എന്ത് കിട്ടി? എ മൈനസ് 3b ബൈ 2b വിച്ച് ഈസ് എ റാഷണൽ നമ്പർ. അപ്പോൾ റൂട്ട് 5 നമുക്കറിയാം എന്താണ്? ഇറാഷണൽ. അതുകൊണ്ട് നമ്മളെടുത്ത അസംഷൻ എന്തായിരുന്നു? റോങ് ആയിരുന്നു. 3 + 2 റൂട്ട് 5 എന്തായിരിക്കും? ഇറാഷണൽ നമ്പർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ദ ഫോളോയിങ് ആർ ഇറാഷണൽ. അതിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ 1/√2 ആണ് ഇറാഷണലാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ലെറ്റസ് അസ്യൂം ദാറ്റ് ടു ദ കോൺട്രറി 1/√2 ഈസ് റാഷണൽ. അപ്പോൾ 1/√2നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ബൈ ബി എന്ന ഫോമിൽ എഴുതാൻ പറ്റും. വേർ എ ആൻഡ് ബി ആർ ഇൻറ്റിജേഴ്സ്. അപ്പോൾ നമുക്കിവിടെ അറിയണ ഒരു ഫാക്റ്റ് ഉണ്ട്. എന്താ? റൂട്ട് 2 ഈസ് ഇറാഷണൽ നമ്പർ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിവിടെ പ്രൂവ് ചെയ്യാണ്. ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ബി ഈക്വൽ ടു റൂട്ട് 2a കിട്ടി. അപ്പോൾ റൂട്ട് 2 ഈക്വൽ ടു എന്ത് കിട്ടി? ബി ബൈ എ. അപ്പോൾ ബിയും എയും എന്താണ്? ഇൻറ്റിജേഴ്സാണ്. അപ്പോൾ ബി ബൈ എ എന്തായിട്ട് വരും? റാഷണലായിട്ട് വരും. ബി ബൈ എ റാഷണൽ നമ്പറാണ് സിൻസ് ബി ആൻഡ് എ ആർ ഇൻറ്റിജേഴ്സ്. അപ്പോൾ ബി ബൈ എ റാഷണൽ ആണെങ്കിൽ റൂട്ട് 2 എന്താവും? റാഷണൽ ആവും. കാരണം ബി ബൈ എ ഈക്വൽ ടു എന്താ? റൂട്ട് 2 ആണ്. അപ്പോൾ റൂട്ട് 2 റാഷണൽ ആണ് വിച്ച് കോൺട്രഡിക്ട്സ് ദ ഫാക്റ്റ് ദാറ്റ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. അതുകൊണ്ട് നമ്മുടെ അസംഷൻ വാസ് റോങ്. അപ്പോൾ 1/√2 ഈസ് ഇറാഷണൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരേ സ്റ്റെപ്സ് തന്നെയാണ്. നെക്സ്റ്റ് പ്രൂവ് ചെയ്യാനുള്ളത് 7√5. അപ്പോൾ 7√5, let us assume that 7√5 is rational number. So we can write 7√5 equal to a by b, where a and b are എന്താണ്? ഇൻറ്റിജേഴ്സ്. ഇവിടെ കോപ്രൈം എന്ന് പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇൻറ്റിജേഴ്സ് എന്ന് എടുത്താലും മതി. അപ്പോൾ എ ആൻഡ് ബി ആർ ഇൻറ്റിജേഴ്സ്. ഇനി നമുക്ക് റൂട്ട് 5 ഈക്വൽ ടു എന്ത് കിട്ടി? ഈ 7നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി? എ ബൈ 7b അല്ലേ? എ ബൈ 7b. ഇതിൽ എയും ബിയും എന്താണ്? ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ എ ബൈ 7b എന്ത് നമ്പർ ആയിരിക്കും? ഒരു റാഷണൽ നമ്പറാണ് അല്ലേ? എ ബൈ 7b എന്താ? റാഷണലാണ്. അത് എന്ത് ഇംപ്ലൈ ചെയ്യാണ്? എ ബൈ 7b എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് 5 ആണ്. അപ്പോൾ എ ബൈ 7b റാഷണലാണെങ്കിൽ റൂട്ട് 5 എന്താണെന്നാവും? റാഷണലാന്ന് ആകും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്തെഴുതാം? ഇറ്റ് കോൺട്രഡിക്ട്സ് ദ ഫാക്റ്റ് ദാറ്റ് റൂട്ട് 5 ഈസ് ഇറാഷണൽ. Hence our assumption was wrong. So 7√5 is irrational. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഏതാ? 6 + √2 എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ഇറാഷണലാന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം let us assume that to the contrary 6 + √2 is rational. അപ്പോൾ 6 + √2നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ബൈ ബി എന്ന് എഴുതാൻ പറ്റും. റൂട്ട് 2 ഇറാഷണലാന്ന് നമുക്കറിയാം. അപ്പോൾ റൂട്ട് 2നെ മാത്രം ഇവിടെ നിർത്താം. റൂട്ട് 2 ഈക്വൽ ടു എന്താണ്? എ ബൈ ബി മൈനസ് 6. എയും ബിയും ഇൻറ്റിജറാണ്. അപ്പോൾ എ ബൈ ബി മൈനസ് 6 ഏത് നമ്പറായിരിക്കും? ഏത് നമ്പറാണ്? റാഷണൽ നമ്പറാണ് അല്ലേ? എ ബൈ ബി ഇൻറ്റിജറാണ്. എയും ബിയും ഇൻറ്റിജറാണ്. സോ എ ബൈ ബി മൈനസ് 6 ഈസ് എ റാഷണൽ നമ്പർ. അപ്പോൾ എ ബൈ ബി മൈനസ് 6 എന്താണ്? റൂട്ട് 2 ആണ്.
അപ്പോൾ അതെന്താ ഇംപ്ലൈ ചെയ്യണത്? റൂട്ട് 2 റാഷണലാണ്. അപ്പോൾ ഇതെന്താ ഇതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? ഇത് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. ഹെൻസ് അവർ അസംഷൻ വാസ് റോങ്. 6 + √2 ഈസ് ഇറാഷണൽ. അപ്പോൾ ഈ ചാപ്റ്ററിലെ എക്സസൈസ് പ്രോബ്ലംസ് ഒക്കെ ഇവിടെ തീരാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിച്ചോളൂ. ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.